അങ്ങനെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മുടെ തമിഴ്നാട് യാത്രകൾ തുടരുവാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ ജില്ലയിലെ വാൽപ്പാറയിലാണ്. അപ്പോൾ നമ്മളിവിടെ അധികം ആരും ശ്രദ്ധിക്കാത്ത കുറച്ച് കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ വാൽപ്പാറയെ കുറിച്ച് നിങ്ങൾക്ക് അധികം പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്പോട്ടാണ്. അതുപോലെ തന്നെ ഒത്തിരി റൈഡേഴ്സ് ബൈക്കിനൊക്കെ റൈഡേഴ്സൊക്കെ ചൂസ് ചെയ്യുന്ന റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനെങ്ങനെയാണ് നാട്ടിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ പാലക്കാട് ഡയറക്ഷനിൽ വന്നിട്ട് വടക്കഞ്ചേരി, നെന്മാറ, കൊല്ലങ്കോട് വഴി ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ആനമല എത്തി. ആനമലയിൽ നിന്ന് ആളിയാറ് വന്ന് ആളിയാറിൽ നിന്ന് ഒരു 40 ഹെയർ പിന്നാണ് ഉള്ളത് കേട്ടോ. 40 ഹെയർ പിന്നെ കയറിയാണ് ഈ വാൽപ്പാറയിലേക്ക് വന്നത്. അതുപോലെ തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് വരാനാണെന്നുണ്ടെങ്കിൽ അതിരപ്പള്ളി വന്ന് അവിടുന്ന് മലക്കപ്പാറ വഴിയും വരാം. 2 റൂട്ടിലും വരാം കേട്ടോ. അപ്പോൾ തൊടുപുഴ മൂവാറ്റുപുഴ ഡയറക്ഷനൊക്കെ വരുമ്പോഴത്തേനും അതായിരിക്കും കുറച്ച് എളുപ്പം. ഞാൻ പിന്നെ കുറച്ച് ചുറ്റി വളഞ്ഞ് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വാൽപ്പാറ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ആനമല കുന്നുകളുടെ ഒക്കെ മേളിലാണ്. അതുപോലെ തന്നെ ആനമല ടൈഗർ റിസർവ് അതിനോടൊക്കെ ചേർന്നാണ് കേട്ടോ. നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്തോടൊക്കെയാണ് ഈ ഹെയർ പിന്നൊക്കെ കയറി വരുമ്പോഴത്തേനും. അതുപോലെ നല്ല കാലാവസ്ഥയാണ് ഇവിടുത്തെ. നമ്മൾ ഏകദേശം ഒരു 30 ഹെയർ പിന്നൊക്കെ കയറി കഴിയുമ്പോഴത്തേനും പിന്നെ ചെറിയ തണുപ്പും അതുപോലെ ചെറിയ ചൂടൊക്കെ ആയിട്ട് രണ്ടും കൂടെ ഒന്ന് ഇടകലർന്ന കാലാവസ്ഥയാണ് ഇപ്പം ഈ ഒരു മാസങ്ങളിലുള്ളത്. അങ്ങനെ വലിയ തണുപ്പെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ വലിയ ചൂടും ഇല്ല കേട്ടോ. അപ്പോൾ ഈ വാൽപ്പാറ എന്ന് പറയുന്നത് 19th സെഞ്ചുറിയുടെ അവസാനത്തോടു കൂടി രൂപീകൃതമായ ഒരു എന്താ പറയുക ഒരു പ്ലാന്റേഷൻ ടൗൺഷിപ്പാണ്. ഇവിടെ തേയിലയും കാപ്പിയാണ് പ്ലാന്റ് ചെയ്തേക്കുന്നത്. അപ്പം കാർവർ മാർഷ് എന്നറിയപ്പെടുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് ഈ വാൽപ്പാറ ഇത്തരത്തിൽ വികസിപ്പിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ പ്ലാന്റേഷനൊക്കെ ആരംഭിച്ച വഴി അതിനോടനുബന്ധിച്ച് ഒരുപാട് സ്ഥാപനങ്ങളും ഒക്കെ വന്നതൊരു ടൗൺഷിപ്പായിട്ട് മാറുകയായിരുന്നു. അതുപോലെ തന്നെ ഈ പ്ലാന്റേഷനിലൊക്കെ ജോലി ചെയ്യാനായിട്ട് അന്നത്തെ കാലത്ത് തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് തൊഴിലാളികളൊക്കെ എത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും കോയമ്പത്തൂർ ജില്ലയിൽ നിന്നൊക്കെ തന്നെ ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പണി ചെയ്യാനൊക്കെ ആയിട്ട് വന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഈ തൊഴിലാളികൾക്ക് താമസിക്കാനായിട്ട് നിരവധി ലയങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുത്തു. പിന്നെ കച്ചവടങ്ങളൊക്കെ ആരംഭിച്ച് അങ്ങനെയാണ് ഈ ടൗൺഷിപ്പ് മെല്ലെ മെല്ലെ ഇങ്ങനെ ഡെവലപ്പായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ലയങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഈ തൊഴിലാളികൾ താമസിക്കുന്ന ഒരുപാടുണ്ട്. നമുക്ക് ഈ തോട്ടത്തിൻ്റെ അകത്തായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതാ ഒരുപാട് പഴക്കം ചെന്നുകൊണ്ട് പിന്നെ തരക്കേടില്ലാത്ത രീതിയിലൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അണ്ണൻ്റെ പേര് ധർമ്മരാജ്. നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് കയറുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ഇവിടെ കൂടുതൽ തമിഴ് നാട്ടിൽ നിന്നുള്ളൊരു കുറവാണ്. ഇപ്പം ഹിന്ദിക്കാരാണ് കൂടുതൽ അല്ലേ. നോർത്ത് ഇന്ത്യൻസാണ്. ഇത് കടയായിരുന്നല്ലേ? ഇത് തുറക്കുന്നില്ല? ഇത് ഓപ്പൺ ചെയ്യില്ല? ഇല്ല, ഇവിടെയൊക്കെ താമസമില്ല കേട്ടോ. കണ്ടല്ലോ, ഇതൊക്കെ ഓരോ കേടുപാടുകളൊക്കെ പറ്റി പോയതാണേ. അത് എത്ര വർഷം പഴക്കമുണ്ട് ഇത്? എത്ര 40 വർഷം? 40 വർഷം ഉണ്ടല്ലേ മേലെ? ഒക്കെ പോയതാണ്. ഇവിടെ താമസമില്ല, ഇവിടെയൊക്കെ താമസം ഉള്ളതാണ്. ഇന്ന് ഞായറാഴ്ചയാണേ, അതുകൊണ്ട് എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ. ലൈനുകളിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചന്തയാണ് കേട്ടോ. ആ ചന്തയിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകും ഇവിടെ. आपका नाम? नीतीश कुमार. इधर कितना साल हो गया? 3 साल. किधर से आया? झारखंड. तो पूरा कितना आदमी है इधर? पूरा झारखंड. ഓക്കെ. ഇവിടെ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ, അപ്പം പുറത്തുനിന്നുള്ളവരാണേ. ഡെയിലിയോ മന്ത്ലി? हाँ मतलब डेली का हाथी चलता है. हाँ कितना मिलेगा पर डे? वही 481 रुपीस. 481 രൂപയാണ് അവർക്ക് ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്നത് കേട്ടോ പ്ലാന്റേഷനിൽ. തോട്ടം മേഖലയിൽ ഇപ്പോൾ ഉണ്ട് ഒരുപാട് പുറത്തുനിന്നുള്ള തൊഴിലാളികൾ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ മൂന്നാറിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. വളരെ തുച്ഛമായിട്ടുള്ള കൂലിയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇവിടുത്തെ ബാത്റൂംസ് ഒക്കെ വരുന്നത് ഈ പുറത്താണ് കേട്ടോ. അല്ല, ടോയ്ലറ്റൊക്കെ പുറത്താണ് വരുന്നത്. അപ്പോൾ ഈ പ്ലാന്റേഷൻ സ്ഥാപിക്കുന്ന കാലത്ത് ഇവിടെ വന്ന ആ ഒരു തൊഴിലാളികളുടെ പിന്മുറക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോഴും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. 40 വർഷമൊക്കെ ആയിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. ഇവിടെ ജനിച്ചു വളർന്നവരുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുണ്ടായിരുന്ന ഒരുപാട് പേര് ഇവിടുന്ന് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയെന്നാണ് പറഞ്ഞത് കേട്ടോ. കാരണം വെച്ചാൽ ഈ കൂലി കുറവായതുകൊണ്ടായിരിക്കാം. ഈ തോട്ടം മേഖലയിൽ പൊതുവെ ഉള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ മിക്കവാറും തമിഴ്നാട്ടിൽ മറ്റു പല ജോലികൾക്കും ഇതിലും മികച്ച കൂലി ലഭിക്കുന്നതുകൊണ്ടായിരിക്കും അവരൊക്കെ തിരിച്ച് അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഒരുപാട് തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ മൂന്നാറിലും അതുപോലെ പുള്ളിക്കാനം മേഖലയിലൊക്കെ വാഗമണിലൊക്കെ ഈ അന്യ സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികൾ ഈ തോട്ടം മേഖലയിൽ നിരവധി പേര് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും ഈ ഒരു അവസ്ഥയൊക്കെ തന്നെയാണ്. തമിഴ്നാട്ടുകാരായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിൽ തോട്ടം മേഖലയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മലയാളികളും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ എണ്ണം ഇപ്പം വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു വരികയാണ്. ആ ഒരു മേഖലയൊക്കെ ഈ തോട്ടം മേഖലയിലൊക്കെ ഇപ്പോൾ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ആ റോഡിൻ്റെ അപ്പർ സൈഡിൽ കാപ്പിയാണ്, പക്ഷെ അത് കുറേയൊക്കെ മെയിൻറ്റൈൻഡ് അല്ല. ഇങ്ങനെ കാട് കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ പുതുത്തോട്ടം എന്നാണ് പേര്. പുതുത്തോട്ടം അല്ലേ? പുതുത്തോട്ടം. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് വാൽപ്പാറ ടൗണിലേക്ക്? വാൽപ്പാറ കുറച്ച് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ. അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഏരിയയിൽ നമുക്ക് സിംഹവാലൻ കുരങ്ങുകളെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ചേട്ടൻ്റെ പേരെന്താണ്? என் பேர் கண்ணன். കണ്ണൻ വാച്ചറായിട്ട് അല്ലേ? எல்டிஎம் வாட்ச்னு சொல்லுவாங்க. ഇവിടെ സിംഗവാൽ കുരങ്ങുണ്ടല്ലോ, ഇത് പാതുകാക്കുന്നതിനാണ് நான் ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഗോ സ്ലോന്ന് ബോർഡ് വെച്ചിട്ട് പിന്നെ വെഹിക്കിളിൽ ஸ்லோ செய்து அனுப்பும். കാരണം ഇത് ഒരു റയർ സ്പീഷീസ് ആയതുകൊണ്ട് இது ரொம்ப அழியக்கூடிய இனத்தில் இருக்கிறதுனால ரொம்ப ஹேர் பீஸ் ആണ്. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ഇത് പിന്നെ ഇവിടെ ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ ഫുഡൊക്കെ കൊടുക്കും. അത് കൊടുക്കാൻ പാടില്ല ഇവിടെ. ഓ ശരി. അത് കൊടുക്കുമ്പോൾ ഇവിടെ റോഡിൽ ആക്സിഡൻ്റ് ആകും. പിന്നെ അത് നമ്മളோட ഫുഡൊക്കെ அதுக்கு சேராது. அது சேராகுമ്പോൾ நிறைய நோய்கள் அட்டாக் ஆகி இறக்கும். அதனால் ரொம்ப ஹேரான பீஸ் ஆனது. இதை பாதுகாக்கிறதுக்காக ഇവിടെ ഞങ്ങൾ എൻസിഎഫിലേருந்து ഇവിടെ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി എങ്ങനെയാണ്? ഡ്യൂട്ടി കാലയിൽ ഇവിടെ 8:30 മണിക്ക് ഇവിടെ വരും. പിന്നെ 5:30 മണി 6 മണി വരേക്ക് ഇവിടെ ഇരിക്കും. പിന്നെ റെഗുലർ ഇവിടെ തന്നെ ഇരിക്കും. 2 ആൾക്കാരുണ്ട്. ഇത് ഞങ്ങൾ ഇതേ സോളിയാണ് ഞങ്ങൾക്ക്. ഓക്കെ. ഇത് ഫുഡൊക്കെ കൊടുക്കக்கூடாது. മാക്സിമം വണ്ടിയിൽ അടിപെടാமல் ഞങ്ങൾ ഇത് നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് കെയർ ചെയ്യണം. ഇത് മാക്സിമം റോഡിൽ ക്രാസ് ആകുമ്പോൾ ചില നേരം ഇതിൽ ബ്രിഡ്ജ് കെട്ടിയിരിക്കും. ഇതിൽ ബ്രിഡ്ജിൽ ക്ராஸ் பண்ணிடும். மேக்ஸிமம் இதுலேருந்து கிராஸ் ஆச்சுன்னா கொஞ்சம் சேஃபாக போகும். ஒரு சிலது ரோட்டில் கிராஸ் ஆகும். அப்போ நாங்கள் இது மாதிரி വണ്ടിയിൽ സ്ലോ പണി മെതുവാണ്. ഇവർ ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന കേട്ടോ. അപ്പം അതായത് ഈ കുരങ്ങുകൾ റോഡിലുണ്ടെങ്കിൽ ഇവർ ഈ ബോർഡ് കാണിച്ചിട്ട് നിൽക്കും കേട്ടോ, വണ്ടി സ്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ആ മരത്തിൽ നിന്ന് അപ്പുറമുള്ള മരത്തിലേക്ക് ഇങ്ങനെ ലാഡർ പണിതേക്കുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സേഫായിട്ട് ക്രോസ് ചെയ്യാം ഈ ഒരു സൈഡിൽ നിന്ന് അപ്പുറ സൈഡിലേക്ക്. അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. കാരണം അങ്ങനെ റയർ ആയിട്ടുള്ള സ്പീഷീസ് ആയതുകൊണ്ട് അത്രയും കെയർ ചെയ്യുന്നുണ്ട് ഇവർ കേട്ടോ. എவ்வளோ குரங்கு இருக்குங்க? மொத்தம் இங்கே 150 குரங்கு இருக்குது. 150 குரங்கு 5 ஃபேமிலியாக இருக்குது. அது கரெக்டாக கவுண்ட் பண்ணியிருக்கோம். 150 சென்சஸ் எடுத்துருக்கு. நான் ப்ரிப்பேர் பண்ணது. மொத்தம் 5 ஃபேமிலி 150 பிரிஞ்சு தனித்தனியாக இருக்குது. 5 ஃபேமிலி இருக்குது. 5 ஃபேமிலி. சிம்ஹவாலன் மட்டும் தான்? மொத்தம் இங்கே நிறைய வகை பைசன் இருக்குது. மற்றபடி பேட்ஸ் நிறையா இருக்குது. அதெல்லாம் கணக்கு தெரியாது. சிங்கம் மட்டும் பாதுகாப்பு பண்ணுறோம் நாங்கள். അത് കടുവ പുലി എന്താ അതെല്ലാം தெரியாது. ഇங்கே ഇല്ല, ഈ ഏരിയയിലില്ല. അപ്പോൾ ഈ റൂട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാലേ ഈ കുരങ്ങുകളുള്ള ഏരിയ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവരെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ വാൽപ്പാറ ടൗണിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളും കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ മൂന്നാറിൻ്റെയൊക്കെ ആ ഒരു ഘടനയൊക്കെ തോന്നും നമുക്ക്. ഓ, ഇത് അത്യാവശ്യം വലിയൊരു ടൗൺഷിപ്പ് തന്നെയാണേ. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. എന്നൊരു ഞായറാഴ്ചയാണേ. ഞായറാഴ്ച നല്ല തിരക്കാണ് ഇവിടെ. ആക്റ്റീവായിട്ടുള്ളൊരു ഡേ ആണ്. നമ്മുടെ മൂന്നാറിനേക്കാളൊക്കെ വലിയ ടൗണാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇവിടുത്തെ ചന്ത ഈ ടൗണിൽ തന്നെയാണ് കേട്ടോ. ഇത് ഇതിൻ്റെ അകത്താണ് ചന്ത. ഒത്തിരി കടകളുണ്ട്. കടകളും സ്ഥാപനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഈ തദ്ദേശീയരായിട്ടുള്ള ആളുകളാണ്. ടൂറിസ്റ്റുകളൊക്കെ ഈ ടൗണിലേക്കൊന്നും അധികം വരുമൊന്നുമില്ല. ഇവിടെ ഈ കച്ചവടങ്ങൾ ഈ റോഡ് സൈഡിലും ഉണ്ട്. അതുപോലെ തന്നെ ചന്തയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ചന്തയുടെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്, ന്യൂ മാർക്കറ്റ്. ഇതൊക്കെ ചെറിയ 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 കടകൾ. ഈ ചായം ഉണ്ടല്ലേ, കളർ പൊടികൾ, രംഗോലിയൊക്കെ വരയ്ക്കാനായിട്ടുള്ള അത് വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ. പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്. ഉണ്ട് പൊരിയുണ്ട്, സാമ്പ്രാണിത്തിരി, അങ്ങനെ എല്ലാം ഉണ്ട്. ഇത് കണ്ടില്ലേ, പൂക്കടകൾ, പൂമാലകളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇവിടെ ഒരു കോവിലുണ്ട്, മുരുകൻ കോവിലുണ്ട്. ആ കോവിലിലേക്ക് വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ടല്ലേ ചെറിയ ചെറിയ കടകളാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഈ സൈഡെല്ലാം ഈ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ്. ചെറിയൊരു മൊബൈൽ കട കാണാം. ഏതെടുത്താലും 100 രൂപ ചെരുപ്പ്. നമുക്ക് വീട്ടിലൊക്കെ ഇടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. പുറത്തിടാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 100 രൂപയാണ് ഏതെടുത്ത് കഴിഞ്ഞാലും. അത് അകത്തേക്കും ഉണ്ടേ. അകത്തിരിക്കുന്നതിനൊക്കെ റേറ്റ് വ്യത്യാസമുണ്ട്. പുറത്ത് വെച്ചേക്കുന്നതിന് മാത്രമാണ് 100 രൂപ ഉള്ളൂ. ഇതുകൊണ്ടല്ലോ എല്ലാ കൂട്ടങ്ങളുണ്ട്. എന്താ കളിപ്പാട്ടങ്ങൾ, പാത്രങ്ങൾ, ഇതുണ്ടല്ലേ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഓ, ഇത് ഭയങ്കര വലിയൊരു ചന്തയാണ് കേട്ടോ. കാരണം ഇത് ഒത്തിരി ഏരിയയിലേക്കായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണേ. ഇതെല്ലാ ദിവസവും ഇവിടെ ഉള്ള ചന്തയായിരിക്കും അല്ലേ? നമുക്ക് ചോദിച്ചു നോക്കാം. അത് ഞായറാഴ്ച ചന്തയാണോ എന്നൊക്കെ ചെറിയ ഡൗട്ടുണ്ട്. ഇവിടെ പച്ചക്കറികളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. തക്കാളി, സവാള,
കിഴങ്ങ്, ചെറിയുള്ളി. ചെറിയുള്ളി എന്ന് പറഞ്ഞാൽ നോക്കിയാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നേക്കാളും വലിപ്പമുണ്ടേ. വെങ്കായം എന്നാ വില? 3 കിലോ 100 രൂപ. റേറ്റൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ റേറ്റൊക്കെ തന്നെയാണ്. കുറവെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ കണ്ടോ, അതിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ, നല്ല നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. പച്ചക്കറികൾ ഇവിടെ മൊത്തം ഈ ചന്ദനത്തിരിയുടെ മണമാണ് കേട്ടോ. ഇവർ പോയിച്ചിട്ടുണ്ട് എന്തൊക്കെയോ. മുള്ളങ്കി നോക്കി, നല്ല ഫ്രഷാണ്, ഫ്രഷ്, നല്ല വലിപ്പമാണ് കേട്ടോ. മുരിങ്ങയ്ക്ക 30 രൂപ. ഒരെണ്ണം 10 രൂപ വെച്ചിട്ട് കേട്ടോ, 3 എണ്ണം 30 രൂപ. ഇതെങ്കേന്നാ കൊണ്ടുവരണേ? പൊള്ളാച്ചിന്ന്. ഇവിടെ നോക്കി ഈ പച്ചക്കറികൾ വെച്ചേക്കുന്നുണ്ടല്ലോ, എല്ലാം ഇങ്ങനെ പ്ലേറ്റിലാക്കി വെച്ചേക്കുന്നുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് ഒരു പ്ലേറ്റിന് 20 രൂപയാണ് കേട്ടോ, എല്ലാത്തിനും സെയിം റേറ്റ്. കത്തിരിക്കയുണ്ട്, മുള്ളങ്കിയുണ്ട്, ഇതേ മത്തങ്ങ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു, ക്യാരറ്റ്, നമുക്കൊരു നേരത്തെ കറിക്കുള്ള സാധനം ഉണ്ട് കേട്ടോ. കിലോ കണക്കിനൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഉണ്ട്, മുളകുണ്ട്, ബീൻസ്, എല്ലാ ഐറ്റംസും. ഇതേ ഈ ചന്തയ്ക്കകത്തൊരു മോസ്ക് ഉണ്ടേ. ഇവിടെ നമുക്ക് ഉണക്ക മീനുകൾ കാണാം, അതൊരുപാട് വെറൈറ്റീസ് ഉണ്ടേ. ഇതുണ്ടല്ലേ, ഒഴുക, ചെറിയ ഒഴുക, ചെമ്മീനുണ്ട്. ഇതൊക്കെ വലിയ മീൻ കണ്ടോ, ഏട്ടക്കരുവാടെന്നാണേ പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പം ഇതൊക്കെ ഉണങ്ങി വെച്ചേക്കുന്നതാണ് കേട്ടോ. എന്നാ റേറ്റ്? 200 രൂപ. മൊത്തം ഉണക്ക മീനുകളാണ്, നല്ല കച്ചവടം കേട്ടോ. അതിവിടെ എന്നെ തിരക്കാൻ നോക്കി. അതുപോലെ പച്ചമീൻ്റെ സെക്ഷനാണ് കാണുന്നത് കേട്ടോ അതിൻ്റെ അകത്ത്. ഇവിടെ നമുക്ക് പച്ചമീൻ്റെ ഒരു കട കാണാം. ചേട്ടൻ്റെ വീട് പാലക്കാടല്ലേ? സംസു എന്നാണ് ചേട്ടൻ്റെ പേര്. ഇവിടെ എത്ര വർഷമായി? ആ, ഓക്കെ. കച്ചവടം ഉണ്ടോ? കുഴപ്പമില്ല അല്ലേ? ആ, ഇതൊക്കെ എന്നാ മീനത്? ഇത് എന്നാ മീനത്? നെയ്വാള. ആ, പിന്നെ സിലോപ്പി ഉണ്ട്. ആ, ഇതിനെന്താ പറഞ്ഞേ? വാവല്. നല്ല ഫ്രഷ് മീനുകൾ. നമ്മുടെ നാടൻ ചാള കണ്ടില്ല, നാടൻ ചാള, മുനമ്പൻ ചാള. ആ, ഈ മീനുകളൊക്കെ അവിടെ നിന്നാണ് വിട്ടിരുന്നത്, മുനമ്പത്ത് നിന്ന്. അതെ അല്ലേ? ഈ വളർത്തണ മീൻ, ഇതൊക്കെ വളർത്തണമല്ലേ? ഇതല്ല, ആന്ധ്രയിൽ നിന്ന് വരുന്നത് അല്ലേ? ഈ ചന്ത ഞായറാഴ്ച മാത്രമേ ഉള്ളൂ? എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ടല്ലേ? ആ, ഞായറാഴ്ചയാണ് തിരക്ക്. രാവിലെ എത്ര മണിക്കാണ് തുടങ്ങണേ? ആ ആ ആ, ശരി ശരി. ആ, ഈ ലയത്തിലൊക്കെ താമസിക്കുന്നവരല്ലേ? ആ, അതാ നല്ല തിരക്കാട്ടോ ടൗണില്. ആ, വരാനാ. അതെ അല്ലേ? ഈ ചന്ത ഇത് എപ്പോഴാണ് രാവിലെ തുടങ്ങണേ? ഞങ്ങൾ 7 മണിക്ക് ആ, വൈകുന്നേരം 6-7 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും. വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഉണ്ടാവും അല്ലേ? 5 മണിക്ക് അടയ്ക്കും. ആ, അതെ അല്ലേ? ചേട്ടൻ വീടെവിടെ? നാട്ടിലെവിടെ? നാട് പട്ടാമ്പി. പട്ടാമ്പിയിലാണല്ലേ? ആ, മീൻ കടയോട് ചേർന്ന് ഇവിടെ നമുക്ക് ഇറച്ചിക്കടകൾ കാണാം കേട്ടോ. അത് മട്ടൻ്റെയും ചിക്കൻ്റെ ഒക്കെ സെപ്പറേറ്റ്. ഇവിടെ മൊത്തം മട്ടനാണേ. ഇത് ചിക്കൻ കടയാണ്. ഇവിടെ ഒക്കെ നാടൻ കോഴികളെയും കാണാവേ. ഇത് ഈ വളർത്താനും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ തട്ടി സെറ്റാക്കി തരും കേട്ടോ, കട്ട് ചെയ്ത്. 2 പർപ്പസിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ് കേട്ടോ. നമുക്ക് വേണേൽ വീട്ടിൽ കൊണ്ടുപോയി വളർത്തുകയും ചെയ്യാം. ഈ നാടൻ കോഴി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരും ഇവിടുന്ന്. പിന്നെ ഇത് കാടക്കോഴിയല്ലേ? കാട. ആ, കാടയുണ്ട് കണ്ടോ, കാടക്കോഴികൾ. ഇതല്ലേ ഈ ഇറച്ചിക്ക് വേണ്ടിയിട്ടോ കൊല്ല അല്ലേ? ആ, ഇത് വളർത്താൻ അങ്ങനെ കൊടുക്കുമോ? ആ, ഓക്കെ. ഇത് എന്നാ വില കാട? 80 rupees. ആ, ഒരു ഒരെണ്ണം. ആ, ഒരെണ്ണത്തിന് 80 രൂപ. ഇതോ? 450 രൂപ. കിലോ 450 രൂപ. ആ, അതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് റേറ്റ്. കൊള്ളാട്ടോ. ഇത് കൊല്ലാനാണോ വളർത്താനാണോ? പാവങ്ങളൊന്നും അറിയാതെ നിൽക്കണുണ്ടല്ലേ. ബീഫിന് വേണ്ടിയിട്ട് മാത്രം വേണ്ട, അവിടെ കുറേ സ്റ്റാൾ നമുക്ക് കാണാം കേട്ടോ. അവിടെ ബീഫാണുള്ളത്. അപ്പോൾ എല്ലാത്തിനും സെപ്പറേറ്റ് ആണ് കടകൾ. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീടുകളാണ് കേട്ടോ. ഈ ലയങ്ങളല്ല, ഇവിടെ കാണുന്ന എല്ലാം വീടുകളാണ് ഈ ചന്തയോട് ചേർന്ന്. ലയങ്ങളൊക്കെ ഉള്ളത് കണ്ടാ തേയിലത്തോട്ടത്തിന് നടുക്കൊക്കെ ആയിട്ടാണ്. നമ്മൾ പോയില്ലായിരുന്നു. ഇത് ഇവിടെ നോക്കി, ഇവിടെ ഈ ബാഗുകൾ, കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണേ. അപ്പം വാൽപ്പാറ ടൗൺ ഇതേ കണ്ടോ, ഇത് കണ്ടില്ലേ? ഇവിടെ നിന്ന് ഏകദേശം 1 രൂപ ഒക്കെ നമുക്ക് പിടികിട്ടും കേട്ടോ.
ഇതൊന്നും അല്ല, ഒത്തിരി ഏരിയയിലുണ്ടേ. എന്തോരം കെട്ടിടങ്ങളാന്ന് നോക്കി. പാലക്കാടാണോ? പാലക്കാട് വരെ ഒത്തിരി പേരുണ്ടല്ലേ ഇവിടെ. ആ, പേരെന്നാ ഏട്ടൻ്റെ? ഭക്തവത്സലൻ, നല്ല പേര്. അപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ടേ. അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പെട്രോളൊക്കെ താഴെ നിന്ന് ഫില്ല് ചെയ്തിട്ടാണ് വന്നത്. ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വാൽപ്പാറ ഇങ്ങനെ ആയിരുന്നില്ല. വലിയൊരു മല, അവിടെ കുറേ തോട്ടങ്ങൾ, കുറച്ച് വീടുകൾ, കുറച്ച് ചെറിയ കടകൾ, അതൊക്കെയായിരുന്നു. പക്ഷേ എന്നെ ഞെട്ടിച്ച് കളഞ്ഞോ. ഞാൻ ആദ്യം വന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. വലിയ ടൗൺ തന്നെയാണേ. നല്ല ക്രൗഡായിട്ട് ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക രസമുണ്ട് ഇത് നടക്കാനായിട്ട്. ഇതൊക്കെ ഇതിവിടുത്തെ ബസ് സ്റ്റാൻഡാണേ. അപ്പോൾ പൊള്ളാച്ചി, ആനമല ഭാഗത്തു നിന്നൊക്കെ, കോയമ്പത്തൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ബസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ബസ്സുകൾ കൂടുതൽ ഈ കട്ട് ചെയ്സാണ് കേട്ടോ. നീളം കുറവാണ്. കാരണം ഒത്തിരി ഹെയർ പിൻ, മൊത്തത്തിൽ 40 ഹെയർ പിൻ ബെൻഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒടിഞ്ഞ് കിട്ടാനായിട്ട് ചെറിയ ബസ്സുകളാണ് ഈ റൂട്ടിലിട്ടേക്കുന്നത്. അപ്പോൾ ഈ ടൗണിൽ ഇവിടെ നമുക്കൊരു പള്ളി കാണാവേ. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു പള്ളിയില്ലേ, അതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ. സാധാരണ ആശ്രമമൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഈ ഒരു ഷേപ്പിലൊക്കെ പണിയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കോവിൽ, മുരുകൻ കോവിൽ. ഈ ചെറിയ തുണിക്കടകളൊക്കെ ഉണ്ട് കേട്ടോ ഈ വഴിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത്. ഇതുണ്ട്, ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡാണ് ഈ സംഭവം. ഞാൻ ആദ്യം ഓർത്ത ഹെഡ്സെറ്റ് ആയിരിക്കും. ഇതിങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ്. പിന്നെ ചെവിയിൽ ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അടിപൊളിയാണ്. ചെവിയിൽ ഇങ്ങനെ കാറ്റടിക്കാതിരിക്കും. ഇത് പറഞ്ഞാൽ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. എவ்வளോ ഇത്? 150. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല, ഇതിൻ്റെ താഴെ നമ്മുടെ ഈ പ്രഷറൊക്കെ നോക്കുന്ന പോലെ ഒരു പമ്പുണ്ട് കേട്ടോ 2 സൈഡിലും. അത് ഞെക്കുമ്പോൾ കണ്ടില്ലേ ചെവി അങ്ങനെ വേണ്ടോ, അടിപൊളിയല്ലേ. എന്നാൽ ഇതെടുക്കാം അല്ലേ. പല കളറുകളിലുള്ളതുണ്ട്. അടിപൊളി കേട്ടോ. ഒരു നമ്മൾ ഹെഡ്സെറ്റൊക്കെ വയ്ക്കുന്ന പോലെ ഉണ്ടേ. അപ്പോൾ ഇതിൻ്റെ പേര് പൂക്കി എന്നാണ് കേട്ടോ. ഈ ലയങ്ങൾക്ക് പുറമെ ഇവിടെ തദ്ദേശീയരായിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ചെറിയ വീടുകളും കാണാനായിട്ട് സാധിക്കും. അവരൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ വേറെ ജോലിയൊക്കെ ചെയ്യുന്നവരായിരിക്കും. എന്തായാലും കൂടുതൽ ഇവിടെയുള്ള തൊഴിലാളികളിൽ നല്ലൊരു ശതമാനം ഈ തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. ബാക്കി വരുന്നവർ ഇങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ ചെയ്ത് കടകളൊക്കെ നടത്തി അങ്ങനെയൊക്കെയാണ് ഇവരുടെ ആളുകളുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച വന്നുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു തിരക്ക് ഈ ടൗണിലൊക്കെ. അല്ലെങ്കിൽ ഇത്രയും തിരക്കുണ്ടാവില്ല കേട്ടോ. തൊഴിലാളികളൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആയിരിക്കും. അപ്പോൾ കണ്ടില്ലേ, ചന്തയിലൊക്കെ വന്ന സാധനങ്ങളൊക്കെ കുടുംബസമേതമൊക്കെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവരുടെ വീടുകളിലേക്ക് പോകുന്നത് കണ്ടില്ലേ. എന്തായാലും നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. എന്തായാലും വന്ന വഴിയല്ല പോകുന്നത് കേട്ടോ. വന്നത് നല്ല രീതിയിൽ വളഞ്ഞ വഴിയായിരുന്നു. അപ്പോൾ ഇവിടെ നേരെ മലക്കപ്പാറയല്ല, ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട് വാൽപ്പാറയിൽ നിന്ന് മലക്കപ്പാറ വരെ. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് വഴി അങ്ങനെ അതിരപ്പള്ളി വഴിയാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. വേറെ ഒരു പ്രശ്നമുണ്ട്, ഈ മലക്കപ്പാറയിൽ 4 മണിക്ക് ചെന്നില്ലേക്ക്. 4 മണി കഴിഞ്ഞാൽ പിന്നെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും, പിന്നെ കയറ്റി വിടില്ല കേട്ടോ. അപ്പം ചെറിയൊരു ടെൻഷനുണ്ട്. കാരണം 1 മണിക്കൂർ ഏകദേശം ടൈം പിടിക്കും അവിടെ ചെല്ലാനായിട്ട്. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. രാവിലെ വാൽപ്പാറയ്ക്ക് വന്നപ്പോൾ ആളിയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇ പാസ് എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും ഇ പാസ് എടുക്കണം. വളരെ എളുപ്പമാണ്. TN ഇ പാസ് എന്നുള്ള സൈറ്റിൽ കയറുക, ഒരു ഫോം കിട്ടും. ആ ഫോം ഫില്ല് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് പോസ്റ്റിൽ കാണിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 വീലറിന് ഒരാൾക്ക് 50 രൂപയാണ് ഈടാക്കുന്നത്. ഒരു റെസിപ്റ്റ് അവർ നമ്മുടെ കയ്യിലേക്ക് തരും കേട്ടോ. അതുപോലെ തന്നെ തിരിച്ചു പോകുമ്പം മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു പാസ് എടുക്കണം. ആ പാസ് ഫ്രീ ആണ്. ആ പാസ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ കാണിക്കുന്നുണ്ട്. ഏകദേശം 50 കിലോമീറ്റർ മേളിൽ ഡിസ്റ്റൻസ് ഉണ്ട് അതിരപ്പള്ളി വരെ. അപ്പോൾ ഒരു നിശ്ചിത ടൈമിനുള്ളിൽ ചെക്ക് പോസ്റ്റ് കടന്നു പോകണം. കാരണം ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ 6 മണിക്ക് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കിടന്നു പോകണം. അതാണ് ഈ 4 മണി എന്നുള്ള ടൈം ലിമിറ്റ് വെച്ചേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫോറസ്റ്റിൽ ഇറങ്ങാനൊന്നും നമുക്ക് അനുമതിയില്ല. കാരണം നമ്മളെടുത്ത ഒരു റെസിപ്റ്റിൽ കറക്റ്റ് ടൈം ഉണ്ടായിരിക്കും കേട്ടോ, എപ്പോഴാണ് നമ്മൾ മലക്കപ്പാറയിൽ നിന്ന് എൻട്രി ചെയ്തത്. അപ്പോൾ ഈ റൂട്ടിലൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വീടെത്താൻ പോകും കേട്ടോ. ജസ്റ്റ് 10 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ അതിരപ്പള്ളി എത്തി നേരെ കാലടി പ്ലാന്റേഷൻ വഴിയാണ് പോകുന്നത്. കാലടി പ്ലാന്റേഷൻ ചെക്ക് പോസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ 6 മണിക്ക് ക്ലോസ് ചെയ്യും. അവിടെ എത്തിയപ്പോൾ 5:50. അങ്ങനെ 10 മിനിറ്റിന് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അത് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്താൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കാലടി പ്ലാന്റേഷൻ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചാലക്കുടി വഴി പോരാം. പിന്നെ ഇത് എളുപ്പമാണെന്നോർത്ത് അങ്ങനെ പോകുന്ന കേട്ടോ. അപ്പോൾ ഇത് ലൈറ്റൊക്കെ പോയി 10 മിനിറ്റായിട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. തമിഴ്നാട് കാഴ്ചകൾ അവസാനിക്കുന്നില്ല കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.